നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. പൊൻകുന്നം ഗവൺമെന്റ് GHSൽ 88 ലക്ഷം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം. സർക്കാർ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളെന്ന് തെളിയിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ. അരുന്ധതിയാർ ചക്ലിയാർ സമുദായങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു. കോട്ടയത്ത് കളക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കുട്ടികൾക്ക് പാർക്ക്. നന്ദാവനത്തിന് ചിലവായത് 3 ലക്ഷം രൂപ. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. തെക്കേത്തുകവലയിൽ പദ്ധതി പൂർത്തീകരിച്ചത് 1 കോടി രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 88 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമായി. ഇതോടൊപ്പം സ്കൂളുകളിൽ നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയായ ലക്ഷ്യയുടെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമായി. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്തും എക്സൈസ് വകുപ്പും സംയുക്തമായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയായ ലക്ഷ്യയുടെ ജില്ലാതല ഉദ്ഘാടനവും പൊൻകുന്നം ടൗൺ ഹാളിന് സമീപം 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനതയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരിക്കെതിരെ നിശ്ചയദാർഢ്യത്തോടെ പോരാടണമെന്ന് മന്ത്രി പറഞ്ഞു. ഇക്കൊല്ലത്തെ പ്രവേശനോത്സവത്തിന്റെ ഗാനം ആലപിച്ചാണ് മന്ത്രി കുട്ടികളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയ അവധിക്കാലം മായുന്നു. ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ വർഷം അത് പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും അധ്യാപകര് പാടിക്കൊടുക്കണം. അതായിരുന്നു ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിലെ ഗാനം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേഘങ്ങൾ വർണ്ണം വിതറിയ അവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിണിക്കോടികളിൽ കൗതുക ലോകം വരവായി. എത്ര മനോഹരമായിരുന്നു ആ പാട്ട്. അത് ഹൃദയസ്ഥമാക്കണ്ടേ കുട്ടികൾ, പഠിക്കണ്ടേ? മനോഹരമായി. അതിൽ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് ഇപ്പൊ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാനിപ്പോ എടുത്തു പറയാൻ കാരണം, ഇവിടെ കൊച്ചു കിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരെ കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്ന് തുടങ്ങാം കരുത്തുറന്നൊരു പോരാട്ടം. ഇതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ആ പാട്ട് പഠിച്ചിരുന്നെങ്കിൽ മനോഹരമായിട്ട് ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമായിരുന്നു. കൊച്ചുകിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരെ കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്ന് തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. അപ്പൊ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അതാണ്. എക്സൈസുകാരും ജില്ലാ പഞ്ചായത്തും ചേർന്ന് ലഹരി നമ്മുടെ യൗവനങ്ങളെ, കൗമാരങ്ങളെ, യൗവനങ്ങളെ ഭ്രാന്താലയത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും അപകടകരമായ ഒരു അപകടസഞ്ചാരത്തിന്റെ ആരംഭം കുറിക്കുന്ന നീക്കങ്ങളാണ് ലഹരിയിലൂടെ കടന്നു വരിക. ഒരാളും അതിന് വശംവദരാവരുത്. ഒരു പ്രതിജ്ഞ എടുക്കണം. നമുക്കതിനെ പോരാടണം. നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് K മണി, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, മിനി സേതുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 88 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത്. കളിസ്ഥലം നിർമ്മാണവും പ്രവേശന കവാടത്തിനും 40 ലക്ഷവും, ടോയ്ലറ്റ് ബ്ലോക്കിന് 15 ലക്ഷവും, ചുറ്റുമതിൽ നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയും, സോളാർ പാനൽ സ്ഥാപിക്കാൻ 8 ലക്ഷം രൂപയുമാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ഇതോടൊപ്പം 10 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച കെമിസ്ട്രി ലാബിന്റെ സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അരുന്ധതിയാർ ചക്ലിയാർ സമുദായങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി സമുദായാംഗങ്ങൾ കോട്ടയത്ത് കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. കേരളത്തിലെ പട്ടികജാതിയിൽപ്പെടുന്ന അരുന്ധതിയാർ ചക്ലിയാർ സമുദായാംഗങ്ങൾക്ക് റവന്യൂ അധികാരികൾ ജാതി സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കുന്നതിനെതിരെയാണ് കോട്ടയത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സർക്കാർ ഉത്തരവുകൾ നിലവിലിരിക്കെയാണ് നിഷേധിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ S. അറുമുഖം ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു.
വനിതകളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് സമുദായാംഗങ്ങളാണ് കോട്ടയം കളക്ടറേറ്റ് കവാടത്തിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ അണിനിരന്നത്. നീതിക്ക് വേണ്ടിയുള്ള സമുദായത്തിന്റെ പോരാട്ടം തുടരുക തന്നെ വേണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. തമിഴ്നാടും കേരളവും രണ്ട് രാജ്യമല്ല. തമിഴ്നാടും കേരളവും ആന്ധ്രയും കർണാടകയും ബംഗാളും ഉത്തർപ്രദേശും എല്ലാം ഇന്ത്യയിലാണ്. ആ രാജ്യത്ത് രണ്ട് നീതി ഒരു സമുദായത്തിന് ലഭിക്കുന്നു എന്നുള്ളത് എത്ര ഗൗരവമായ കാര്യമാണ്. സാമൂഹ്യനീതി ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. പട്ടികജാതി സംവരണം തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. നിലവിൽ പട്ടികജാതി ലിസ്റ്റിലുള്ള ആളുകളുടെ സംവരണാവകാശത്തെ എടുത്തുകളയുന്ന നിലയിലുള്ള തീരുമാനങ്ങളുമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ദയനീയമായ കാഴ്ചയ്ക്ക് മുമ്പിലാണ് നീതിക്ക് വേണ്ടി തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ന്യായമായ അർഹമായ പ്രാധാന്യം. സംസ്ഥാന പ്രസിഡന്റ് M മണി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഡോക്ടർ S അറുമുഖം, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ES ബിജു, കേരള ചേരമർ സംഘം സംസ്ഥാന സെക്രട്ടറി IR സദാനന്ദൻ, DCS പ്രസിഡന്റ് പൊയ്കയിൽ പ്രസന്നകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. AKCMH സംസ്ഥാന സെക്രട്ടറി AK സജീവ മുഖ്യപ്രഭാഷണം നടത്തി. ഉള്ളാള മഹാസഭ സെക്രട്ടറി ചന്ദ്രൻ P, സുബ്രഹ്മണ്യൻ ആലുവ, സെൽവരാജ്, മാടസ്വാമി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ പാർക്ക് തുറന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നന്ദാവനം എന്ന പേരിൽ കുട്ടികൾക്കായി പാർക്ക് തുറന്നിരിക്കുന്നത്. 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് വാർഡിന് മുൻവശത്തായി കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഐസൊലേഷൻ വാർഡിലാണ് നിലവിൽ പീഡിയാട്രിക് വാർഡ് പ്രവർത്തിക്കുന്നത്. ഇതിനു മുൻപിലായാണ് നന്ദാവനം എന്ന പേരിലുള്ള കുട്ടികളുടെ പാർക്ക്. ഊഞ്ഞാൽ, സ്പ്രിംഗ് ബൈക്ക്, മെറിഗോ റൈഡർ, ആനിമൽ റൈഡർ, സീസോ, റാബിറ്റ് ബിൻ, ചാരുബെഞ്ച്, സ്വിംഗ് എന്നിവ പാർക്കിലുണ്ട്. പാർക്കിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർവഹിച്ചു. എപ്പോഴും രോഗത്തിൻ്റെ ഒരു ഇതിൽ കടന്നു വരുമ്പോൾ അവർക്കിടയ്ക്ക് ഇത്തരം ചില കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ തന്നെ ഈ മോചനം. കാരണം രോഗചികിത്സ എന്ന് പറയുന്നത് കേവലം ശാരീരിക ചികിത്സ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു മാനസികമായ തലങ്ങളെ കൂടെ സൃഷ്ടിക്കുക എന്നുള്ളത് ആധുനിക ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് കൂടിയാണ്. ആ ഒരു നല്ല ആശയമാണ് സത്യത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇന്നിവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു വാർഡിൻ്റെ മുമ്പിൽ അവരുടെ വിശ്രമ സമയങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള കുട്ടികളുമായി അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ കടന്നു വരുമ്പോൾ അവർക്കും അവരോടൊപ്പം വരുന്നവർക്കൊക്കെ തന്നെ ഒരു കളിക്കാനുള്ള ഒരു സ്പോർട്സിൻ്റെ ഇടം, ഇവിടെ ഒരു കളിക്കള, ഒരു പാർക്ക് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത്. ഇന്ന് നമ്മുടെ പഴയ കാലത്തിൽ നിന്നൊക്കെ നമ്മുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നൊരു കാലഘട്ടമാണ്. ഈ വലിയ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും മാത്രമല്ല, അതിനോടൊപ്പമുള്ള അനുബന്ധമായ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K മണി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത S പിള്ള, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാജി പാമ്പൂരി, ലതാ ഷാജൻ, PM ജോൺ, ഡിവിഷൻ മെമ്പർമാരായ രഞ്ജിനി ബേബി, B രവീന്ദ്രൻ നായർ, മിനി സേതുനാഥ്, ലതാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം തെക്കേത്തുകവലയിൽ തുറന്നു. മന്ത്രി VN വാസവൻ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തെക്കേത്തുകവലയിൽ പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും ഓഡിറ്റോറിയവും ഹാപ്പിനെസ് പാർക്കും നാടിന് സമർപ്പിച്ചു. 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കാത്ത ഭാവനാസമ്പന്നമായ പദ്ധതികളാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പരിപാടി. ഒരുപക്ഷെ ഒരു ഗ്രാമപഞ്ചായത്ത് എങ്ങനെയായിരിക്കും, അത് ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ലഘുവിവരണം അതിന്റെ പ്രിയാമ്പിൾ ഉൾപ്പെടെ പ്രിന്റ് ചെയ്യുന്ന വീടുകളിൽ കൊടുത്ത് ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കാൻ നടത്തിയ ദൗത്യം എന്ന് പറയുന്നത് ദേശാഭിമാന പ്രചോദിതമായ ഒരു പ്രവർത്തനമാണ്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാത്ത ഭാവനാസമ്പന്നവും ദേശാഭിമാന പ്രചോദിതമായ ആ പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്.
ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് മണി, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ B രവീന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, NT ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിജയപുരം പഞ്ചായത്തിന് ഇനി വാതക ശ്മശാനം. ശാന്തിപഥം എന്ന പേരിലുള്ള വാതക ശ്മശാനം 1 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മിച്ചത്. വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ശാന്തിപഥം എന്ന പേരിൽ ഗ്യാസ് ശ്മശാനം തുറന്നു. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ശ്മശാനം നിർമ്മിച്ചത്. ചിലമ്പറക്കുന്നിൽ കിഫ്ബി ധനസഹായത്തോടെയാണ് ഗ്യാസ് ശ്മശാനം പണിതത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ശാന്തിപഥം നാടിന് സമർപ്പിച്ചു. താമസിക്കുന്ന വീടിന്റെ അടുക്കളയിൽ സംസ്കാരം നടത്തേണ്ടി വരുന്ന നിർധനരുടെ അവസ്ഥ നാം നേരിൽ കണ്ടിട്ടുള്ളതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റവും വലിയ ഒരു പുണ്യപ്രവർത്തനമാണ് എന്ന് ഒറ്റ വാക്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നേരത്തെ ശവസംസ്കാരത്തിന് നിവൃത്തിയില്ലാത്ത പാവങ്ങൾ ബോഡിയുണ്ട് കൊണ്ടുവച്ചിട്ട്. ഇപ്പോൾ നേരത്തെ വീടിൻ്റെ മുറ്റത്ത് ശവമടക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്, അടുക്കള വെട്ടിപ്പൊളിച്ചിട്ട് ശവമടക്കിയിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയാം. ലക്ഷം വീട് കോളനിയിലെ ചില പാവങ്ങൾ, അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. കിടന്നുറങ്ങുന്ന മുറിയിൽ അത് അടക്കം ചെയ്യാൻ നിവൃത്തിയില്ല. പിന്നെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം അങ്ങനെയായി. മുറ്റം പോലും ചെറിയ രൂപത്തിലാണ്. മുറ്റത്തുനിന്ന് വെട്ടിയാൽ അപ്പുറത്തെ വീട്ടുകാർ ഉടക്കും. അതുകൊണ്ട് അതും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തായി, താമസിക്കുന്ന വീടിൻ്റെ അടുക്കളയ്ക്കകത്ത് ശവമടക്കം നടത്തേണ്ടി വന്ന ദുര്യോഗമുള്ള ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ്, ധനുജ സുരേന്ദ്രൻ, മിഥുൻ G തോമസ്, ജെസ്സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വീട്ടമ്മമാരുടെ നിറഞ്ഞ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി വിജയപുരം പഞ്ചായത്ത് വനിതോത്സവം. 200-ലധികം പേർ പങ്കെടുത്തു. വിജയപുരം പഞ്ചായത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ചു. വാർഡിലെ 200ഓളം വനിതകളാണ് തങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തെടുത്തത്. തിരുവാതിര, കൈകൊട്ടിക്കളി, സ്കിറ്റ്, പാട്ട്, ഡാൻസ്, സുംബ ഡാൻസ് തുടങ്ങിയ നിരവധി ഇനങ്ങളിൽ വനിതകൾ നിറഞ്ഞാടി. വടമാതൂർ മാർ അപ്രൈം പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതോത്സവം വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ TB റോഡിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അനുവദിച്ച ഓട്ടോ പാർക്കിംഗ് റദ്ദാക്കി ഹൈക്കോടതി. പ്രദേശത്തെ വ്യാപാരികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. പാലാ ടൗണിലെ TB റോഡ്, ബ്ലൂ മൂൺ റോഡ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് അനുവദിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും മുനിസിപ്പാലിറ്റിയും എടുത്ത തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. ഇവിടുത്തെ പാർക്കിങ്ങിനെതിരെ മറ്റത്തിൽ ബിൽഡിംഗ് ഉടമ സെബാസ്റ്റ്യൻ മറ്റത്തിലും മറ്റു വാടകക്കാരും സമീപത്തെ കടയുടമകളും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇടുങ്ങിയ റോഡിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഓട്ടോ പാർക്കിംഗ് അനുവദിച്ചാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടി. തൽപര കക്ഷികളെ കേൾക്കണം എന്നതുൾപ്പെടെ അതിനെ നിഷ്കർഷിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയാണ് ഉത്തരവ്. പരാതിക്കാർക്കും താല്പര്യമുള്ളവർക്കും എതിർപ്പ് എഴുതി നൽകാനുള്ള അവസരം നൽകണം. 5.5 മീറ്റർ വീതിയുള്ള ബ്ലൂ മൂൺ റോഡിൽ കാൽനടക്കാർക്ക് അനുവദിച്ചിട്ടുള്ള 1.5 മീറ്റർ ഒഴിച്ചിട്ടാൽ പിന്നെ 2 വാഹനങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ സ്ഥലമില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. ഹർജിക്കാർക്ക് എതിർപ്പ് എഴുതി നൽകാനുള്ള അവസരം നൽകി വാദം കേട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാമെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് എബ്രാഹിം വാക്കനാലും അഡ്വക്കേറ്റ് പോൾ വാക്കനാലും അഡ്വക്കേറ്റ് ജീവൻ ബാബുവും ഹാജരായി. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നം ഗവൺമെന്റ് GHSൽ 88 ലക്ഷം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം. സർക്കാർ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളെന്ന് തെളിയിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ.
അരുന്ധതിയാർ ചക്ലിയാർ സമുദായങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു. കൊടയത്ത് കളക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കുട്ടികൾക്ക് പാർക്ക്. നന്ദാവനത്തിന് ചിലവായത് 3 ലക്ഷം രൂപ. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. തെക്കേത്തുകവലയിൽ പദ്ധതി പൂർത്തീകരിച്ചത് 1 കോടി രൂപ ചെലവിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.